ഒരു കണ്ണൂർ ബിരിയാണിയും ഒരു പായസം ഉണ്ടാക്കിയാലോ? പുതിയ ന്യൂ ഇയർ അല്ലേ, പുതിയ തുടക്കമാവട്ടെ. ഒരു പായസം വെച്ചിട്ട്. എൻ്റെ ചാനൽ പുതിയതാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കണ്ണൂർ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയാലോ? നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ദമ്മുണ്ട്. ദമ്മെന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിലുള്ള ദമ്മൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇവിടെ ഒരു മിനി ദമ്മും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുക്കേണ്ടത് ഒരു 5-8 വെളുത്തുള്ളി, അതിൻ്റെ പകുതി ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്. ഞാൻ എടുക്കുന്നത് ഒരു 3/4 കിലോ കോഴിയാണ്. അത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് എല്ലാം ഇരട്ടി എടുത്താൽ മതി കേട്ടോ. അപ്പം ഇത് എല്ലാം കൂടി നമുക്ക് ഒരു പെരിഞ്ജീരകം കുറച്ച് ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ആദ്യം മാഗ്നേറ്റ് ചെയ്ത് രണ്ട് രീതിയിൽ മാഗ്നേഷൻ വേണം. അതുകൊണ്ട് ആദ്യത്തേത് നമുക്ക് ഇതിട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ നല്ലോണം ഞെരടിയിട്ട് ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് മിനിമം വെക്കണം കേട്ടോ. പിന്നെ അതിനുശേഷം ഞാനൊരു 2-3 ഉള്ളി വളരെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഉള്ളി ഇങ്ങനെ വറുത്ത് അതിലിടക്ക് ഈ നെയ്യും നമ്മൾ കുറച്ച് ഒരു കപ്പ് വെളിച്ചെണ്ണയും കുറച്ച് ഒരു 3-4 ടീസ്പൂൺ ടേബിൾ സ്പൂൺ നെയ്യും എടുത്തിട്ട് നമുക്ക് ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് അതിന് ശേഷം അണ്ടിപ്പരിപ്പും കിസ്മിസ് എന്തെല്ലാം നിങ്ങളെടുത്തുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഉള്ളി നല്ലോണം എടുക്കണം കേട്ടോ. ഉള്ളി 3-4 ഉള്ളി ഉള്ളത് കൊണ്ട് 2 പ്രാവശ്യമാക്കിയിട്ട് വറുക്കുന്നതാണ് നല്ലത് കേട്ടോ, ഇല്ലെങ്കിൽ ഇതാവത്തില്ല. അതുകൊണ്ട് നല്ലോണം അടുത്ത മാഗ്നേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പം ഇത് നല്ലോണം വറുത്തെടുത്തതിന് ശേഷം ഇത് ഒരു 2 ഭാഗമായിട്ട് എടുക്കുക. ഒരു 1/4 ഭാഗം നമുക്ക് പൊടിക്കാനും ബാക്കി നമുക്ക് അടുത്ത ബിരിയാണിക്ക് വേണ്ടിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. കുറച്ച് എടുത്ത് പൊടിച്ച് വെക്കുക. ഒരു 1/4 ഭാഗം എടുത്ത് പൊടിച്ച് വെച്ച് 1/4 ഭാഗം മാത്രം അവിടെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ 20 മിനിറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുക്കുക. അതിന് നമുക്ക് പിന്നെ മാഗ്നേഷൻ ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തൈര് വേണം, മല്ലിയില, പുതിന, 2 തക്കാളി, ഒരു ഉള്ളിയും കൂടി എടുത്തിട്ട് കുറച്ച് മല്ലിപ്പൊടി വേണം, കുറച്ച് മഞ്ഞൾ, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഞെരടണം കേട്ടോ. ഞെരടണം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് നല്ലോണം പിടിക്കൂ. ഇതിൻ്റെ മസാല തന്നെ ഇതിങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു ചിക്കൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നല്ലോണം ചെയ്യാൻ ശ്രമിക്കണം. നല്ലോണം ഞെരടിയിട്ട് നമുക്ക് മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കാം. അതും ഒരു 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തലേന്ന് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ എടുത്ത് ഇതൊക്കെ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് അതിൻ്റെ തണുപ്പ് മാറ്റിയിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പം മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മല്ലി ഇട്ടിട്ടുണ്ട്, ഒരു സ്പൂണ് മല്ലി, ഒരു ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ എല്ലാം ഒരു പട്ട, 2 ഗ്രാമ്പ്, ഒരു തക്കോലം, അങ്ങനെ അതൊക്കെ ഇടണം കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ മഞ്ഞൾ, ഒരു 1 സ്പൂൺ മഞ്ഞൾ ഇടണം. മുളക് പൊടി ഇതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഇത് നല്ലോണം കൈകൊണ്ട് ഞെരടി നല്ലോണം മിക്സ് ചെയ്യണം. അതിൽ നമുക്ക് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയില്ലേ അതിൻ്റെ കുറച്ച് എണ്ണയും കൂടി ഇതിലേക്ക് മിക്സ് ആക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾ ഇടണം കേട്ടോ, അത് മറന്നുപോറ് ഉപ്പ് ഇടണം. അപ്പം അത് നല്ലോണം ഒന്ന് ഞെരടിയിട്ട് നമുക്ക് നല്ലോണം ഞെരടെന്ന് പറഞ്ഞാൽ നല്ല ശക്തി ഉപയോഗിച്ച് നമ്മൾ ഞെരടിയിട്ട് അതും കൂടി ഇത് ഒരു 20 മിനിറ്റ് ഇതും കൂടി ഇതൊക്കെ കുറേ 1 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ് കേട്ടോ. അതിനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് ഇത് നല്ലോണം അവിടെ വെച്ചിട്ട് പിന്നെ നമുക്ക് നമ്മുടെ അരി റെഡിയാക്കേണ്ട അരി ഞാൻ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരി എടുക്കുമ്പം അതിൽ വെള്ളം ഊറ്റി ഒരു 10 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് സിമ്മിൽ വേവിക്കാൻ വേണ്ടേ, സിമ്മിൽ അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ റെഡിയാകാൻ പോകുന്നതാണ്. അപ്പം നമുക്ക് അരിൻ്റെ പരിപാടി നോക്കാം. അരിക്ക് ഞാൻ ഒരു 2 കപ്പ് അരി എന്ന് പറയുമ്പോൾ 3.5 കപ്പ് വെള്ളം, അങ്ങനെ മതി കേട്ടോ വെള്ളം. അപ്പം പട്ട, ഗ്രാമ്പൂ, ഏലക്കായ എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് പറയാൻ മറന്നു എന്നോട്, അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. നമ്മുടെ അരി ഇടുക, കുറച്ച് ഉപ്പിടുക, നല്ല ഒരു മണം വരുന്നവരെ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ വെള്ളം, ആ വെള്ളം എടുത്ത് തിളപ്പിക്കണം. വെള്ളം തിളപ്പിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഫുള്ളിലൊന്ന് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ സിമ്മിൽ. അപ്പോൾ അരി വെന്തു കേട്ടോ.
അരി വെന്തോ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പിന്നെ നമുക്ക് ദമ്മിലിടണ്ടേ. അപ്പോൾ അരി കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ അരിയിൽ കുറച്ച് അരിയുടെ മേലെ പിന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് മല്ലിയില പുതിന മല്ലിയില മതി, പുതിന ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മേലെ ചിക്കൻ എടുക്കുന്നതാണ്. ഇത് ഓരോരുത്തർ ഓരോ വിധത്തിലാണ് ഇടുക, ഞാനിങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അതിൻ്റെ മേലെ ചിക്കൻ ഇട്ടിട്ട് പിന്നെ നമ്മളൊരു ലെയർ റൈസ് ഇടുക. എന്നിട്ട് മേലെ ഇതേപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ കിസ്മിസ് ഇതൊക്കെ ഇടുക. എന്നിട്ട് ഗാർണിഷ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയിലെ അതും കൂടി ഗാർണിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഒരു 10-20 മിനിറ്റൊക്കെ ഞാൻ സിമ്മിലിത് വെച്ച് വെക്കുക. അന്നേരം നമുക്ക് നല്ല ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അപ്പം അത് ഇങ്ങനെയാണ് കണ്ണൂർ ബിരിയാണി, അടിപൊളിയാണ്. പിന്നെ പായസത്തിൻ്റെ റെസിപ്പി, ഞാനൊരു പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട്. പായസത്തിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ ലോങ് ആയിപ്പോവും, അതുകൊണ്ട് വേറൊരു വീഡിയോയിലേക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഞാൻ മേലെ ഉറ്റിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കണ്ടോ. ഇനി അടച്ചു വച്ചിട്ട് നമുക്ക് ഒരു 10-20 മിനിറ്റ് പിന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.